സൂര്യൻ്റെ മകനാണ് ശനി, അതൊരു കഥയാണ്. അപ്പോൾ സൂര്യനും ശനിയും തമ്മിൽ ശത്രുതാ മനോഭാവമുണ്ട്. പക്ഷേ എന്നാലും അച്ഛനായതുകൊണ്ട് പകൽ സമയം സൂര്യനാണ് പ്രഭാവം. അതുകൊണ്ടാണ് 7:30 ശനിയുള്ള സമയത്തും കണ്ടക ശനിയുള്ള സമയത്തും നമ്മൾ രാത്രി സഞ്ചരിക്കരുത്, രാത്രി കൂട്ടുകെട്ടുകൾക്ക് പോകരുത്, രാത്രി വിഹാരം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ രാത്രിയിൽ ശനി ഭയങ്കരമായിട്ട് പവർഫുള്ളായിട്ട് നിന്ന് നമ്മളെ വാച്ച് ചെയ്യും. അപ്പം നമ്മൾ അതനുസരിച്ച് നീങ്ങിയിട്ട് രാത്രിയിലാണല്ലോ നമുക്ക് എപ്പോഴും കുറച്ചുകൂടി ഇരുട്ടിൻ്റെ മറവിലാണല്ലോ നമ്മുടെ തോന്നിയമാസം കുട്ടികളൊക്കെ കൂടുതൽ യങ്സ്റ്റേഴ്സൊക്കെ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുക. മാം, ഇനിയിപ്പോൾ മാർച്ച് 29-ന് ശനിമാറ്റം വരുവാണ്. അപ്പം ഈ ശനിമാറ്റം വരുന്നതിന് മുൻപ് ഇപ്പോൾ കണ്ടകശനി ദോഷം ആയിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ശനിമാറ്റം കണ്ടകശനി എന്ന് പറയുമ്പോൾ ഇതിലൊന്നും ഇല്ല, അതല്ലെങ്കിൽ ഇത് കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു എന്ന് പറയുന്നവരുമുണ്ട്. ആളുകൾക്കിടയിൽ തന്നെ ശനിയെക്കുറിച്ച് 2 അഭിപ്രായം വരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ശനി എന്ന് പറഞ്ഞാൽ ശനി എടുത്തു പറയേണ്ട ഒരാൾ തന്നെയാണ്. കാരണം ശനി ഒരു നവഗ്രഹങ്ങളിൽ വളരെ ധർമ്മിഷ്ഠനായിട്ട് ഒരു ജഡ്ജിയുടെ റോളിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഒന്നും അങ്ങനെ ക്ഷമിച്ചും പുറത്തും തരുന്നതല്ല, എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റായിട്ട് തന്നെ പോകുന്ന ആളാണ്. അപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ ഒരു കാർന്നവരിരുന്ന് നമ്മളെ എപ്പോഴും നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്ക് കുറച്ച് ചില മാനറിസംസ് ഒക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ യങ്സ്റ്റേഴ്സിനോടൊക്കെ ഇതെന്തൊരു ശല്യമാണെന്ന് തോന്നുന്നു നമുക്ക്. പക്ഷേ അദ്ദേഹം അതാണ് പണ്ട് ആൾക്കാർ പറയും, നെല്ലിക്ക കടിക്കുമ്പോൾ ആദ്യം പിന്നീട് മധുരിക്കും. അതുപോലെ തന്നെ ശനി നമ്മൾ ഓരോ കാര്യത്തിൽ എടുത്തു ചാടുമ്പോൾ അവിടെയൊക്കെ മാർഗതടസ്സം ഉണ്ടാക്കും. അപ്പോൾ നമ്മളതൊന്നും വകവയ്ക്കാതെ ഒന്നും അല്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് തോന്നിയ വണ്ണം പോയാൽ തീർച്ചയായിട്ടും അത് നമ്മളെ ദുർഘടത്തിൽ തന്നെ എത്തിക്കും, ഹെൽപ്പ് ചെയ്യില്ല. അതേസമയം നമ്മൾ ശനിയാണ് എന്ന് മനസ്സിലാക്കി ശനിയുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി അതേ രീതിയിൽ നീങ്ങിയാൽ, അതായത് വൃദ്ധന്മാരുടെ കൂടെ വൃദ്ധന്മാരെ പരിപാലിക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ കാരണന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരി മരുന്നൊക്കെ മേടിച്ചു കൊടുക്കുക, അവരെ ഒന്ന് മനസ്സിന് സന്തോഷിപ്പിക്കുക. പിന്നെ നമ്മളിപ്പോൾ സാധാരണ താഴേക്കിടയിലുള്ള താഴത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, താഴെ സ്വിപ്പേഴ്സ് അങ്ങനെയുള്ള ആ ജോലി ചെയ്യുന്ന ആൾക്കാരെ നമ്മളൊന്ന് സഹായിച്ചു കൊടുക്കുക. നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും അമ്മയോ അല്ലെങ്കിൽ വേറെ മെയ്ഡൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് പാത്രമൊക്കെ കഴുകി അടുക്കി പെറുക്കിയൊക്കെ വെച്ച് കൊടുക്കുക. അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത് അവരെ, അതായത് അവശത അനുഭവിക്കുകയും വൃദ്ധന്മാരായുള്ള ആൾക്കാരെയും ഒക്കെ സഹായിക്കുകയും ഒക്കെ ചെയ്ത് വളരെ സ്ലോ ആയിട്ട് തിങ്ക് ചെയ്ത് ധർമ്മം മാത്രം, ഷോർട്ട് കട്ടുകളിലൂടെ പോകാതെ. കാരണം ഇന്നത്തെ കാലത്ത് ഒരാൾ നമ്മൾ ചിലപ്പോൾ മര്യാദയ്ക്ക് അങ്ങോട്ട് യാത്ര ചെയ്ത് പോയാൽ അങ്ങനെ പോകണ്ടെന്നേ, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പെട്ടെന്ന്, അപ്പം നമ്മൾ നോക്കുമ്പോൾ ശരിയാ ബസ് ടിക്കറ്റ് കൊടുക്കണ്ടേ, ഇയാളുടെ വലയിൽ കയറിയാൽ മതിയല്ലോ. ചിലപ്പോൾ അയാളായിരിക്കും എന്തെങ്കിലും ഒരു ലീഗൽ പരിപാടിയായിട്ടായിരിക്കും അയാൾ വന്നിരിക്കുന്നത്, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, ശനിദശയാണ്, നമ്മൾ കയറി അയാളുടെ ഇതിലിരുന്നു. നമുക്ക് മര്യാദക്ക് പോകാനുള്ള എല്ലാ വഴികളും ഉണ്ടായിട്ടും നമ്മൾ ഈസിലി അയാളുടെ ആശ്രയിച്ചു, തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കും. അപ്പം ശനിദശയാണെന്ന് നമ്മൾ തീർത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ, ശനി കണ്ടകശനി എന്ന് പറഞ്ഞാൽ ശനി കേന്ദ്രഭാവങ്ങളിലൂടെ പോകുന്ന, അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇപ്പം ഈസിയാണ്, എല്ലായിടത്തും നോക്കിയാൽ അറിയാം ശനിയാണോ, ഏത് ഗ്രഹത്തിനാണ് ശനി ബാധിച്ചിരിക്കുന്നത്, 7:30 ശനിയാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ 7:30 ശനി കാലം എന്ന് പറഞ്ഞാൽ ഒരു രാശിയിലൂടെ ശനി കടന്നു പോകുന്നത് 2.5 വർഷമാണ്. അപ്പോൾ അത് നമ്മുടെ ചന്ദ്രരാശിയുടെ ചന്ദ്രൻ ഏത് കൂറാണോ, ഇപ്പം നമ്മളുള്ളത് ധനുക്കൂറിലാണ് മൂല നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ധനുവിൻ്റെ ഇപ്പുറമുള്ള വൃശ്ചികക്കൂറിലൂടെയും ധനുക്കൂറിലൂടെയും അതിൻ്റെ ഇപ്പുറേ വരുന്ന മകരക്കൂറിലൂടെയും ഈ ശനി കടന്നു പോകാനായിട്ട് ഒരു രാശിയിൽ 2.5 വർഷം. അപ്പോൾ വൃശ്ചികത്തിൽ 2.5, ധനുവിൽ 2.5, മകരത്തിൽ 2.5, 7.5 വർഷം പിടിക്കും. അതേസമയം വ്യാഴാണെങ്കിൽ 1 വർഷം, ചന്ദ്രനാണെങ്കിൽ 2.25. അപ്പോൾ ഈ കുറി മന്നെന്നാണ് ശനിയെ വിളിക്കുന്നത്. കാരണം വളരെ സ്ലോ ആയിട്ടാണ് പുള്ളി പോകുന്നത്, വളരെ കർശനക്കാരനുമാണ്, വളരെ കർക്കശമായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ജീവിതത്തിൽ നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ബുധദശ അത് ശനി കഴിഞ്ഞ ഒരു ബുധൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ശനി ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കൊരു സ്ട്രഗിള്, എവിടേക്കോ ഒരു പിടുത്തവും വലിയും. നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ ഗട്ടറുകളും അതും ഇതുമൊക്കെ നിറഞ്ഞ് ഡ്രൈവിങ് സ്ലോ ആക്കിയിട്ടില്ല എങ്കിൽ അയാളുടെ ഡ്രൈവിങ് ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല, ഒരുപാട് ദോഷങ്ങൾ നമുക്കുണ്ടാവും. പക്ഷെ നമ്മൾ റോഡറിഞ്ഞ് വണ്ടി അറിഞ്ഞ് അതിൽ യാത്ര ചെയ്യുന്ന ആൾ തീർച്ചയായിട്ടും വളരെ ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ലക്ഷ്യസ്ഥാനത്തിലെത്തും. അപ്പം ശനി നമ്മളെ അങ്ങ് കെടുത്തിക്കളയൊന്നുമില്ല, നമ്മളുടെ പ്രവൃത്തി നീതിയുക്തവും ധർമ്മയുക്തവുമായിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും 7:30 ശനിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു 3-ൽ ശനി വരും.
ആ 3-ൽ ശനി പോകുന്ന സമയത്ത് തന്നെ ഇവാലുവേറ്റ് ചെയ്യും ഇയാൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്, എന്നിട്ടാണ് ഫലം. അപ്പം നമ്മൾ ഈ 7.5 വർഷവും നമ്മുടേതായ രീതിയിൽ വളരെ നീറ്റായിട്ട് മാന്യമായിട്ടാണ് നമ്മൾ ജീവിച്ചു പോയെങ്കിൽ ആ ശനി പോകുന്ന സമയത്ത് നമുക്ക് നല്ല എന്തെങ്കിലും വീടോ വാഹനമോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്നും ശാശ്വതമായി നിൽക്കുന്ന ഒരു അനുഗ്രഹം, ഒരു വരം തന്ന്, ഒന്നോ അതിലധികമോ വരം, അത് ശനി ഗ്രഹനിലയിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്നൊക്കെ അതിൻ്റെ സ്വാധീനം കൂടിയുണ്ട്. എന്നാലും ഈ 7.5 വർഷത്തെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞു പോയതിനെ എങ്ങനെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നീതിപൂർവമാണ് വന്നതെങ്കിൽ അതിനുള്ള പരിഹാരം, അതിനുള്ള ഒരു ഗിഫ്റ്റ് തന്നിട്ടേ ശനി പോകുള്ളൂ. അപ്പം ശനി അങ്ങനെ അങ്ങ് ഭയക്കുമൊന്നും വേണ്ട. ശനി ആരെയും കെടുത്തിയൊന്നും കളയില്ല. കെടുത്തി കളയുന്നത് ആരാണ്? കള്ളന്മാർക്ക് മാത്രമാണ് പോലീസുകാരെ പേടി. ഇപ്പം നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കും, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു തോന്നിയാസം കാണിക്കുന്നില്ല. ഇവിടെ ഇരുന്ന് നമുക്ക് പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്തു വരുമ്പോഴാണ് പിടി വീഴുന്നത്. അതുപോലെ തന്നെ ശനിദശ എന്ന് പറഞ്ഞാൽ ഒരു മഹാനായ ഒരു നീതിമാൻ്റെ മുന്നിൽ അയാളുടെ മുന്നിലൂടെ നമ്മുടെ പ്രവർത്തികൾ പോകുന്നു, അയാൾ അതിനുള്ള കണക്കുകൾ വയ്ക്കുന്നു. തീർച്ചയായിട്ടും ഓരോ തോന്നിയാസത്തിനും നമ്മൾ അതിനുള്ള ഇത് കൊടുക്കേണ്ടി വരും. അതേസമയം നമ്മൾ നല്ല പ്രവർത്തികളിലൂടെയാണ് പോകണമെങ്കിൽ, പക്ഷേ ഇത് സ്ലോയിലേ വരുള്ളൂ. നല്ല ഗുണങ്ങൾ പെട്ടെന്ന് വരില്ല. ശുക്രദശയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്നാണ്. അതുകൊണ്ടാണ് അവനിപ്പോൾ ശുക്രദശയാന്നൊക്കെ പറയണം. പക്ഷേ ശുക്രനിൽ നമുക്ക് കിട്ടുന്നതൊക്കെ ഒരു മഴവില്ല് പോലെ മാഞ്ഞു പോകും. ഇത് പതുക്കെ എല്ലാം അനുഭവിച്ച് ശനിയിലാണ് കിട്ടുന്നതെങ്കിൽ, അതായത് ശുക്രനിൽ നമുക്കൊരു നല്ല ഒരു ജോലി കിട്ടി, പെട്ടെന്ന് തന്നെ നമുക്ക് അവർ തന്നെ നമുക്ക് റെസിഡൻസ് തന്നു, നമുക്ക് വാഹനം തന്നു, ആ കമ്പനിയുടെ തന്നെ. അപ്പോൾ നമ്മൾ ഭയങ്കര പോഷായിട്ടൊക്കെ പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു ദശ വരുന്ന, ഇപ്പോൾ ശനിദശയാണ് വരുന്നതെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ ബോസ് തന്നെ നമ്മളിങ്ങനെ എപ്പോഴും ചീത്ത പറയുകയോ സമയത്തിന് എത്താതിരിക്കുകയോ, നമ്മൾ ചെയ്ത് നല്ല വർക്കാണെങ്കിൽ പേപ്പർ കാണാതെ പോകുകയോ, അങ്ങനെ പല പല പ്രശ്നങ്ങളിലൂടെ വന്നാലും നമ്മൾ ക്ഷമിച്ച് സഹിച്ച് അതിൻ്റെ നമ്മൾ ചെയ്യുന്ന പ്രോപ്പർ ചാനലിലൂടെ അയാളെ ഒന്നും ചതിക്കാതെ നല്ല രീതിക്ക് അങ്ങനെ നമ്മൾ നിന്നാൽ ആ ക്ഷമയ്ക്കുള്ള അവാർഡ് തന്നെ നമുക്ക് ഈ 7.5 വർഷം കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ അതാണ് ശനി എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളെ പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോയിട്ട് അവസാനം നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് തരും. ആ കിട്ടുന്ന ഗിഫ്റ്റ് നമ്മൾ കാലാകാലങ്ങളിൽ, ഇപ്പോൾ ആ സമയത്ത് നമ്മളൊരു വീട് വാങ്ങിച്ചെന്ന് വെച്ചു, ശനിദശയിൽ ചിലരൊക്കെ 7.5 ശനി സമയത്തൊക്കെയാണ് വീട് പണിയൊക്കെ തുടങ്ങുന്നത്. കയ്യിൽ 5 പൈസ ഉണ്ടാകുകയുമില്ല. എന്നിട്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സാഹസപ്പെട്ട് വീട് പണിയുമ്പോൾ എന്തായാലും ആ 7.5 വർഷം നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. ഉറപ്പായിട്ടും കടങ്ങൾ കയറും, വീട് പണിയൊന്നും ആവില്ല, ഇത് വീട്ടിൽ സ്വസ്ഥതയില്ല, എല്ലാം ഇതിൻ്റെ അസ്വസ്ഥതയോടുകൂടി നമ്മൾ പണിസ്ഥലത്ത് ചെല്ലുന്നു. അവിടെ നമുക്ക് ദേഷ്യവും സങ്കടവും വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് 7.5 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു നീണ്ട പ്രയാണത്തിലൂടെ പോയിട്ട് നമ്മൾ അവസാനം ഒരു വീടാക്കി. അപ്പം നമുക്ക് വീടായി. ആ വീട് നമ്മുടെ പ്രയത്നത്തിൻ്റെതാണ്, ആരും തന്നതല്ല. മറ്റതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. പെട്ടെന്ന് തന്നെ അയാൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നീ നാളെ മുതൽ ജോലിക്ക് വരണ്ട, വീട് ഒഴിഞ്ഞോ, തീർന്നാ. ഇതങ്ങനെയല്ല. നമ്മുടെ കഷ്ടപ്പാടിൻ്റെ, നമ്മുടെ വേർപ്പിൻ്റെ, നമ്മുടെ സൽഗുണങ്ങളുടെ പ്രതിഫലം ശനി തരും. അപ്പോൾ അത് ശാശ്വതമാണ്. അതുകൊണ്ട് ശനിയെ നമ്മളങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ശനി സമയത്ത് നമ്മൾ ശനി സ്തോത്രങ്ങൾ ചൊല്ലുക. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മളൊന്ന് കാര്യമായ ഒരു ദോഷമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ചാരവശാലും നമ്മുടെ ഗ്രഹനിലയിലും ഒക്കെ ശനി മോശമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയ്യപ്പന് എള്ളു പായസം, അതുപോലെ തന്നെ നീരാഞ്ജനം, ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ കഴിക്കുക. ശനിയാഴ്ച ഒരു ദിവസം നമ്മളൊന്ന് നോൺ വെജൊക്കെ ഒഴിവാക്കി ഭഗവാനെ ഒന്ന് കാര്യമായിട്ട് ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്താൽ ഇതൊക്കെ തടസ്സങ്ങളായിട്ട് തോന്നില്ല. നമുക്കൊരു ഒരു ചെരുപ്പ് പൊട്ടിപ്പോയണ പോലെയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെരുപ്പ് പൊട്ടിപ്പോയി നമ്മൾ വേറെ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യണം നടക്കുമ്പോൾ. എന്നാലും അതുകൊണ്ട് നമ്മൾ ആ സ്ഥലത്ത് എത്താതെ ഒന്നും ഇരിക്കില്ല. അപ്പോൾ അത്രയും കഠിനത കുറഞ്ഞു കിട്ടും. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ശനിയുടേതായ ഒരു നമ്മളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. നമ്മളെ എപ്പോഴും പരീക്ഷിക്കുക എന്നല്ല, നമ്മളെപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വാച്ച് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. പണ്ടൊക്കെ എല്ലാവരും നമ്മുടെ കുടുംബത്തൊക്കെ പറഞ്ഞു തരുമായിരുന്നു, ഇപ്പം കാലാനുകൂലമല്ല മോനെ, അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ, പിന്നെ ഇതിന് രാത്രി ഇത്തിരി സൂക്ഷിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ സൂര്യൻ്റെ മകനാണ് ശനി, അതൊരു കഥയാണ്. അപ്പോൾ സൂര്യനും ശനിയും തമ്മിൽ ശത്രുതാപനോഭാവമുണ്ട്. പക്ഷേ എന്നാലും അച്ഛനായതുകൊണ്ട് പകൽ സമയം സൂര്യനാണ് പ്രഭാവം. അതുകൊണ്ടാണ് 7.5 ശനിയുള്ള സമയത്തും കണ്ടക ശനിയുള്ള സമയത്തും നമ്മൾ രാത്രി സഞ്ചരിക്കരുത്, രാത്രി കൂട്ടുകെട്ടുകൾക്ക് പോകരുത്, രാത്രി വിഹാരം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ രാത്രിയിൽ ശനി ഭയങ്കരമായിട്ട് പവർഫുള്ളായിട്ട് നിന്ന് നമ്മളെ വാച്ച് ചെയ്യും. അപ്പം നമ്മൾ അതനുസരിച്ച് നീങ്ങിയിട്ട് രാത്രിയിലാണല്ലോ നമുക്ക് എപ്പോഴും കുറച്ചുകൂടി ഇരുട്ടിൻ്റെ മറവിലാണല്ലോ നമ്മുടെ തോന്നിയ മാസം കുട്ടികളൊക്കെ, കൂടുതൽ യങ്സ്റ്റേഴ്സൊക്കെ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് അപകടങ്ങളുണ്ടാകുക,
പിന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ടാണ് 7.5 ശനി, കണ്ടകശനി സമയങ്ങളിലൊക്കെ നമ്മൾ പണ്ടൊക്കെ കാരണവന്മാർ പറയുമായിരുന്നു, അസ്ട്രോളജർ അല്ലാത്തവർക്ക് പോലും അറിയാമായിരുന്നു, നമ്മൾ രാത്രി അധികം യാത്ര വേണ്ട കേട്ടോ, സന്ധ്യയാകുമ്പോൾ വീട്ടിൽ വരിക, കാല് കഴുകി നാമം ജപിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അല്ലാതെ ശനി വന്നിട്ട് ആരുടെയും ജീവൻ എടുക്കുകയോ അല്ലെങ്കിൽ ശനി വന്നിട്ട് നമുക്ക് ശനികാലം നമ്മൾ ഒരിടത്തും എത്താതെ ആത്മഹത്യ ചെയ്യേണ്ടി വരികയോ ഒന്നുമില്ല. അത് ശനിയെ അറിഞ്ഞ് നമ്മൾ നീങ്ങുക. ഇപ്പം നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മേധാവി ഒരു പ്രൊഫസർ വളരെ കർശനക്കാരനാണ്. റെക്കോർഡുകളൊക്കെ നമ്മൾ പക്ക വയ്ക്കും. അപ്പോൾ നമുക്ക് അതിന് ഇറങ്ങാൻ നേരം ആകുമ്പോഴത്തേക്ക് എന്താ എല്ലാം നീറ്റാണ്. അതേസമയം ആ പ്രൊഫസറെ ഉഴപ്പനാണെങ്കിൽ നമ്മൾ വയ്ക്കുമോ? ഇല്ല. അപ്പോഴത്തേക്ക് എല്ലാം പരീക്ഷയാകുമ്പോഴത്തേക്ക് ഇതെല്ലാം പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ജീവിതം കട്ടപ്പോകയാവും, ഒന്നും മേരാമണ്ണം ഉണ്ടാവില്ല. അപ്പോൾ ആ സ്ട്രിക്ട്നെസ് അദ്ദേഹം പിടിച്ചത് കൊണ്ടാണ് നമ്മൾ നേരെയായത്. അപ്പോൾ ശനിയെ അറിയുക, ഒബേ ചെയ്യുക, അത്രയേ ഉള്ളൂ. സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും, വേണ്ട പരിഹാരങ്ങൾ ചെയ്തു പോവുക, സന്തോഷമായിട്ട് ജീവിത ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ സാധിക്കും. ഭയക്കേണ്ട ആവശ്യം ഒന്നിനുമില്ല. താങ്ക് യു. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.